മനമേ നീ സ്വസ്ഥമായിരിക്ക, എൻ മനമേ നീ സ്വസ്ഥമാ. Minister to yourself, come on. En maname ni. സ്വസ്ഥം. ആരും പറയാൻ കാണത്തില്ല, നിന്നോട് തന്നെ പറഞ്ഞേ. En maname ni. Welcome to Man. ദൈവത്തിന്റെ സ്വസ്ഥത അത് ദൈവത്തിന്റെ ഒരു പ്രോമിസാണ്. ഒരു സ്വസ്ഥതയുടെ ജീവിതം നിനക്കുണ്ട്. എന്നും കാലുവെന്ത നായെ പോലെ നടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിനക്ക് മനസ്സിലും ഹൃദയത്തിലും ദൈവത്തിന്റെ ഒരു സ്വസ്ഥതയോട് കൂടെ. ആമേൻ. അതിന്റെ അർത്ഥം പ്രതിസന്ധികൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രതിസന്ധികൾ ഉണ്ട്. പക്ഷെ പ്രതിസന്ധികൾ നിന്നെ ബാധിക്കാത്തൊരു നിലയിൽ നീ എത്തുന്ന ഒരു ആത്മീയ സ്വസ്ഥത ഉണ്ട്. പ്രതിസന്ധികൾ ഇല്ലാത്തൊരു ലോകം നീ ചിന്തിക്കരുത്, അതില്ല. പ്രതിസന്ധികൾ ഇവിടെ ഉണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ അടുത്ത വാക്ക്, പ്രതിസന്ധികളുടെ നടുവിൽ കാറ്റ് അടിക്കുമ്പോൾ, തിരമാല അടിക്കുമ്പോൾ, പടക് കിടന്ന് ആടി ഉലയുമ്പോൾ അതിന്റെ നടുവിൽ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ഒരു യേശുവിനെ കണ്ടോ? അതിന്റെ പേരാ സ്വസ്ഥത. പ്രതിസന്ധികൾ നിന്നെ തൊടാത്ത, പ്രതികൂലങ്ങൾ നിന്നെ ബാധിക്കാതെ അതിന്റെ മുകളിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. ദൈവത്തിന്റെ സ്വസ്ഥത അത് ദൈവത്തിന്റെ ഒരു പ്രോമിസാണ്. ഒരു സ്വസ്ഥതയുടെ ജീവിതം നിനക്കുണ്ട്. എന്നും കാലുവെന്ത നായെ പോലെ നടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിനക്ക് മനസ്സിലും ഹൃദയത്തിലും ദൈവത്തിന്റെ ഒരു സ്വസ്ഥതയോട് കൂടെ. ആമേൻ. അതിന്റെ അർത്ഥം പ്രതിസന്ധികൾ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രതിസന്ധികൾ ഉണ്ട്. പക്ഷെ പ്രതിസന്ധികൾ നിന്നെ ബാധിക്കാത്തൊരു നിലയിൽ നീ എത്തുന്ന ഒരു ആത്മീയ സ്വസ്ഥത ഉണ്ട്. പ്രതിസന്ധികൾ ഇല്ലാത്തൊരു ലോകം നീ ചിന്തിക്കരുത്, അതില്ല. പ്രതിസന്ധികൾ ഇവിടെ പ്രതിസന്ധികൾ ഇവിടെ ഉണ്ട്. ലോകത്തിൽ എണ്ണമില്ലാതുള്ള അത്ഭുത നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി പറഞ്ഞേ നന്ദി എൻ യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും. Welcome to Manitou Springs, Colorado. എൻ മനമേ നീ. പരിശുദ്ധാത്മാവിനോട് നമ്മൾ നിഷേധമായി നിലപാട് കാണിച്ചാൽ, പരിശുദ്ധാത്മാവിനോട് നാം മറുത്തു നിന്നാൽ എന്താ സംഭവം എന്നറിയാമോ? രണ്ട് ദോഷങ്ങളാ. ഒന്ന്, പരിശുദ്ധാത്മാവിനോട് നമ്മൾ മറുത്തു നിന്നാൽ ദൈവം നമ്മുടെ ശത്രുവായി മാറും.
യെശയ്യാ 63:10 ഒരിക്കലും മറക്കരുത്. വിശ്വാസ ജീവിതത്തിന്റെ വഴിത്താരയിൽ വെളിച്ചമായ വാക്യത്തെ സൂക്ഷിച്ചോണം. എന്നാൽ അവർ മത്സരിച്ചവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അടുത്തത്, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി മാറി. ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണത്. അവർ പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചു, അതുകൊണ്ട് ദൈവം അവർക്ക് ശത്രുവായി മാറി. എന്താ പല കാര്യങ്ങളും ജയിക്കാതെ പോകുന്നതെന്ന് അറിയാവോ? താങ്കൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത് കൊണ്ട് ദൈവം ശത്രുതയിട, ദൈവം ശത്രുപക്ഷത്ത. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ആത്മാവിനെ ഇങ്ങോട്ട് അയച്ച ദൈവം നിന്റെ ശത്രുവായി മാറും. ക്രിസ്തീയ ജീവിതം നയിക്കാനല്ല നമ്മൾ വീണ്ടും ജനിച്ചത്. അതിവിടുത്തെ കോട്ടയത്തെ അച്ചായമാരെല്ലാം നയിക്കുന്നുണ്ട്. അതിന് നമ്മളും കൂടെ അങ്ങ് നയിക്കണ്ട. നിങ്ങളെക്കാൾ നന്നായി നയിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ വീണ്ടും ജനിച്ചേ? അതിപ്പോഴും അറിയില്ല പാസ്റ്ററെ. എങ്ങനെയൊക്കെയോ ജനിച്ചു. നിങ്ങൾ എന്തിനാ സ്ഥാനപ്പെട്ടെ? അത് പാസ്റ്റർ പറഞ്ഞങ്ങ് പെട്ടു. അങ്ങനെ പെട്ടവരെല്ലാം സഭയ്ക്കിന്ന് പെട്ടുകിടക്കുകയാണ്. നീ പുതുതായി ജനിച്ചു എന്ന് ബോധ്യമുണ്ടെങ്കിൽ കോട്ടയം പട്ടണത്തിൽ വീണ്ടും ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനല്ല നീ പുതുതായി ജനിച്ചത്. പുതുതായി ജനിച്ചവൻ ക്രിസ്തുവിന്റെ ജീവിതം നയിക്കും. ഞാൻ എൻ്റെ ആത്മീക ജീവിതത്തിൽ വളരെ സ്നേഹത്തോടെ കാണുന്ന ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. ആ മനുഷ്യന്റെ വാക്ക് ഞാൻ കടമെടുക്കുന്നു. ആ മനുഷ്യന്റെ രൂപാന്തരം എങ്ങനെയായിരുന്നു? ആ മനുഷ്യന്റെ തിരിച്ചുവരവ് എങ്ങനെയായിരുന്നു? ആ മനുഷ്യൻ പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുവിനെ, അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഇവിടെ ഇരിക്കുന്ന തലമുറയോട് ഞാൻ പറയാം, ഒരു പെന്തക്കോസുകാരന്റെ ജീവിതം ജീവിക്കാനല്ല നിന്നെ വിളിച്ചത്. മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുവിനെ നിന്നിൽ വെളിപ്പെടുത്തുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണു തുറന്ന് കാണാൻ കഴിയുന്നവൻ കണ്ണു തുറക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളോടും ഞാൻ പ്രവചിക്കുന്നു, ദൈവം നിങ്ങളെ ഈ പട്ടണത്തിൽ എഴുന്നേൽപ്പിച്ചത് ഒരു സാധാരണ ജീവിതം നയിക്കാനല്ല, അവനെ നിന്നിൽ വെളിപ്പെടുത്തുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ക്രിസ്തീയ ജീവിതം നയിക്കാനല്ല നമ്മൾ വീണ്ടും ജനിച്ചത്. അതിവിടുത്തെ കോട്ടയത്തെ അച്ചായമാരെല്ലാം നയിക്കുന്നുണ്ട്. ദൈവസാന്നിധ്യം നിന്റെ കൂടെ പോരുന്നതിൻ്റെ തെളിവ് റിസൾട്ട് അല്ല, അത് റെസ്റ്റ് ആണ്. അതാണ് ആദ്യത്തെ തെളിവ്. മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് യു ആൻഡ് ഐ വിൽ ഗിവ് യു റിസൾട്ട്. റിസൾട്ട് അല്ല, റിസൾട്ട് വരുമെന്നേ. പക്ഷെ ദൈവസാന്നിധ്യം കൂടെ പോകുന്നതിൻ്റെ തെളിവ് നിനക്കൊരു സ്വസ്ഥത ഉണ്ടായിരിക്കും. സ്വസ്ഥതയില്ലാത്ത റിസൾട്ടുകളൊക്കെ നമ്മുടെ ബാബേലുകളാണ്. പക്ഷെ സ്വസ്ഥത ഷോപ്പിംഗ് का क्या सीन है? നിനക്ക് ഉറപ്പുണ്ടോ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടോ? എത്ര പേർ കർത്താവിനോട് പറയാം, അതിനകത്തെല്ലാം ഉണ്ട്. നഷ്ടപ്പെട്ട ഭാവി തിരിച്ചു വരും, നഷ്ടപ്പെട്ട വേഗത തിരിച്ചു വരും, പുതുമകൾ ഉണ്ടാകും. സമൂഹം നിനക്കെതിരായേക്കാം. കർത്താവിനെ കണ്ടവനെതിരെയും കർത്താവ് കണ്ടവനെതിരെയും സമൂഹം തിരിഞ്ഞേക്കാം. പക്ഷെ എന്നിൽ വിശ്വസിച്ച ഒരുത്തനെയും ഞാൻ കൈവിടുകയില്ല. ആരൊക്കെ നിന്നെ പുറത്താക്കിയാലും, ആരൊക്കെ നിന്നെ എതിർത്താലും, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്നെ വിളിച്ച, നിന്നെ കണ്ടത് ഞാനാണെങ്കിൽ, നിന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ, യേശു പറയുന്നു നിന്നെ സൗഖ്യമാക്കിയത് ഞാനാണെങ്കിൽ, എന്റെ കാലം നിന്റെ കൂടെയുണ്ട്. നിനക്ക് ഉറപ്പുണ്ടോ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടോ? എത്ര പേർ കർത്താവിനോട് പറയാം, അതിനകത്തെല്ലാം ഉണ്ട്. നഷ്ടപ്പെട്ട ഭാവി തിരിച്ചു വരും, നഷ്ടപ്പെട്ട വേഗത. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിന്റെ മുമ്പിൽ നീ ഒരു പേഷ്യൻസി നിൽക്ക്. ദൈവത്തോട് ചോദിക്കുക, എൻ്റെ മുമ്പിൽ ഒരു വഴി തെളിഞ്ഞു വരാൻ, ദൈവഹിതപ്രകാരം ഒരു വഴി തെളിഞ്ഞു വരാൻ. എൻ്റെ മുമ്പിൽ ദൈവഹിതപ്രകാരം ഒരു ആഗ്രഹം. ഞാൻ ഏത് വഴി തിരഞ്ഞെടുക്കണം, ഞാൻ ഏത് ജോലിക്ക് പോകണം. I believe that this is some of your testimony. പ്രതീക്ഷയോടെ മുട്ടിയ വാതിലുകൾ മുഴുവൻ നമ്മുടെ മുൻപിൽ കൊട്ടിയടച്ചു. കൈനീട്ടുമെന്ന് പ്രതീക്ഷിച്ചവർ, നമ്മെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ, നമ്മെ കരം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ, നമ്മുടെ പ്രതീക്ഷകളെ തെറ്റിച്ച് അവർ നമ്മിൽ നിന്ന് മാറി. പക്ഷെ അവിടെയും നമ്മെ കൈവിടാതെ
നമ്മെ നിന്ന് കേൾപ്പിച്ചു കൊടുക്കാതെ, നാം തകർന്നു പോകാൻ സമ്മതിക്കാതെ അവൻ നമ്മെ കൊണ്ടുവന്നെങ്കിൽ, ഇതുവരെ എബനേശ്വരായി എന്നെ കൊണ്ടുവന്ന നല്ല കർത്താവ്. എത്ര പേർ പറയും, കർത്താവേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്, ഞാൻ ഒന്നും നേടിയതല്ല, എല്ലാം അങ്ങയുടെ ദാനമാണ്, ഒന്നും ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയതല്ല, എല്ലാം അവിടുത്തെ കൃപയാണ്. I believe that this is some of your testimony. പ്രതീക്ഷയോടെ മുട്ടിയ വാതിലുകൾ മുഴുവൻ നമ്മുടെ മുൻപിൽ കൊട്ടിയടച്ചു. Spilling tea with Kiki takes you on a journey unlike any. നിങ്ങൾ ഒരു വിഷയത്തിൽ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് പൊട്ടുന്നെങ്കിൽ ആ വിഷയത്തിൽ പ്രതിഫലം ഉണ്ടെന്ന, കണ്ണീര് വീഴണം, ഹൃദയം പൊടിയണം. യേശു പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ, വിയർപ്പ് തുള്ളി വരേണ്ട സ്ഥലത്ത് നിന്ന് ചോര തുള്ളി വന്നതുപോലെ ഈ സഭയ്ക്കകത്ത് വീണ്ടും ചില പ്രാർത്ഥനക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. നീ പറഞ്ഞാൽ പറഞ്ഞതാണ്, നിന്റെ കണ്ണീര് വീണതാണ്. നീ ഒരു വിഷയത്തിൽ ഹൃദയം പൊടിഞ്ഞാൽ ആ പ്രാർത്ഥനാ പായിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഇന്ന് തൊട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രാണവേദനയിൽ പ്രാർത്ഥിക്കണം, വിയർപ്പ് തുള്ളിയിലൂടെ ചോര വന്നതുപോലെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങൾ ഒരു വിഷയത്തിൽ ഇവിടിരിക്കുന്നവരെല്ലാവരോടും ഞാൻ പറയുന്നു, രാത്രിയിൽ ഇങ്ങനെ കണ്ണുനീരോടെ മക്കളെ, ആരെങ്കിലും ഒരാൾ നിങ്ങളെ ദൈവം നിന്നെ അനുഗ്രഹിച്ച ഇവിടിരിക്കുന്ന നിങ്ങൾ ഒരു വിഷയം Spilling tea. I believe that this is എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിനക്ക് ഉറപ്പുണ്ടോ? शॉपिंग का क्या सीन है? बस क्या मामी, अबू धाबी लुकिंग लाइक अ वाओ मामी. गुड मॉर्निंग. शॉपिंग का क्या सीन है? बस क्या मामी, अबू धाबी लुकिंग लाइक अ वाओ मामी. गुड मॉर्निंग. ദൈവസാന്നിധ്യം നിന്റെ കൂടെ പോരുന്നതിൻ്റെ തെളിവ് റിസൾട്ട് അല്ല, അത് റെസ്റ്റ് ആണ്. അതാണ് ആദ്യത്തെ തെളിവ്. മൈ പ്രസൻസ് ഷൽ ഗോ വിത്ത് യു ആൻഡ് ഐ വിൽ. ക്രിസ്തീയ ജീവിതം നയിക്കാനല്ല നമ്മൾ വീണ്ടും ജനിച്ചത്. അതിവിടുത്തെ ജീവിതത്തിൽ നിന്ന് സ്നേഹിച്ചവർ വേർപിരിഞ്ഞു പോയവരാരെങ്കിലും ഉണ്ടോ? എല്ലാം കൊടുത്തിട്ടും മനസ്സ് തുറന്നു നിന്നിട്ടും സ്നേഹിച്ചവർ ആ പ്രതിസന്ധികളിൽ നിന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞാരെങ്കിലും ഉണ്ടോ? കൈയൊന്ന് ഉയർത്തി കാണിച്ചേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനും അബ്രഹാമും ഒരുപോലെയാണ്. അബ്രഹാമിനും ഉണ്ടായിരുന്നു. ലോത്തുമാർ വേർപിരിഞ്ഞു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്തി കാണിച്ചേ. വേർപിരിയൽ, സപ്പറേഷൻ, ഒറ്റയ്ക്കായതുപോലെയുള്ള അനുഭവങ്ങളുള്ളവർ കൈയൊന്ന് കാണിച്ചാട്ടെ. ഞാൻ പറയാം, ഞാനും അബ്രഹാമും ഒരുപോലെ. ഇന്ന് ഞാനൊരു ദൂത് പറയാം. അബ്രഹാം അനുഭവിച്ച ദുരിതം മാത്രമല്ല നീ അനുഭവിക്കണ്ടേ, അബ്രഹാം അനുഭവിച്ച അനുഗ്രഹവും നീ അനുഭവിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറയുവാണെങ്കിൽ ആമേൻ. ജീവിതത്തിൽ നിന്ന് സ്നേഹിച്ചവർ വേർപിരിഞ്ഞു പോയവരാരെങ്കിലും ഉണ്ടോ? എല്ലാം കൊടുത്തിട്ടും മനസ്സ് തുറന്നു നിന്നിട്ടും സ്നേഹിച്ചവർ ആ പ്രതിസന്ധികളിൽ നിന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞാരെങ്കിലും ഉണ്ടോ? കൈയൊന്ന് ഉയർത്തി കാണിച്ചേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനും അബ്രഹാമും ഒരു. ക്രിസ്തീയ ജീവിതം നയിക്കാനല്ല നമ്മൾ വീണ്ടും ജനിച്ചത്. അതിവിടുത്തെ കോട്ടയത്തെ അച്ചായമാരെല്ലാം നയിക്കുന്നുണ്ട്. ദൈവസാന്നിധ്യം നിന്റെ കൂടെ പോരുന്നതിൻ്റെ തെളിവ് റിസൾട്ട് അല്ല, അത് റെസ്റ്റ് ആണ്. അതാണ് ആദ്യത്തെ തെളിവ്. മൈ പ്രസൻസ് ഷൽ ഗോ വിത്ത് യു ആൻഡ് ഐ വിൽ ഗിവ് യു റിസൾട്ട്. അല്ല, റിസൾട്ട് വരുമെന്നേ. പക്ഷെ ദൈവസാന്നിധ്യം കൂടെ പോകുന്നതിൻ്റെ തെളിവ് നിനക്കൊരു സ്വസ്ഥത ഉണ്ടായിരിക്കും. സ്വസ്ഥതയില്ലാത്ത റിസൾട്ടുകളൊക്കെ നമ്മുടെ ബാബേലുകളാണ്. പക്ഷെ സ്വസ്ഥതയിൽ ഒരു റിസൾട്ട് വരും. അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു അഭിഷക്തൻ പിടിക്കേണ്ടത് സ്വസ്ഥതയാണ്. അതുകൊണ്ടാണ് വചനം പറയും, ഞാൻ നിന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നടത്തും. ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് അതാണ്. പ്രഷറില്ല, എന്തില്ല, പെർഫോമൻസ് പ്രഷറില്ല, ഫ്രീ ആണ്. റിസൾട്ട് നോക്കി നമ്മൾ ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡൗൺ ആണ്.
ഒത്തിരി പേര് ഡൗൺ ആവുന്നതിൻ്റെ കാരണം അതാ. നമ്മളെപ്പോഴും റിസൾട്ട്